തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജോസ് പുലിക്കോട്ടിൽ ബ്രദറാണ്. ഞങ്ങളുടെ അതരത്തിലൂടെ ദൈവം സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മോശയുടെ അതരത്തിലൂടെ ദൈവം പറഞ്ഞു, നീ ആയിരിക്കില്ല സംസാരിക്കുക, നിന്റെ അതരത്തിലൂടെ ഞാനായിരിക്കും സംസാരിക്കുക. ദൈവമായ കർത്താവേ, ഈ അതരത്തിലൂടെ സംസാരിക്കുന്ന വചനം ലോകം മുഴുവനും അറിയുവാനും ലോകത്തുള്ള മനുഷ്യരെ കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോളി ഫയർ മിനിസ്ട്രിക്ക് വേണ്ടി ബ്രദർ ജോസ് പുലിക്കോട്ടിലാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു ഏക രക്ഷകനാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷകനുമായി പൂജിക്കുന്ന സകല മനുഷ്യരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, 1990 കുരിയച്ചിറ പള്ളിയിൽ വെച്ച് ഞാൻ ബഹുമാനപ്പെട്ട നായ്ക്കുമറമ്പിലച്ചന്റെ കൺവെൻഷനിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അതുവരെ ദൈവം ആരാണെന്നോ ദൈവവചനം എന്താണെന്നോ ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിലെ വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുമില്ല, അപ്പോൾ ബൈബിള് വായിച്ചിട്ടുമില്ല, ബൈബിള് കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഞാൻ ആദ്യമായിട്ട് കുരിയച്ചിറ പള്ളിയിലെ നായ്ക്കുമറമ്പിലച്ചന്റെ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ 4 ദിവസം കണ്ണീരോടുകൂടി പൊട്ടിക്കരഞ്ഞൊരു വ്യക്തിയാണ്. മഗ്ദലേനക്കാരി മറിയം യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ യേശുവിന്റെ കാൽക്കൽ കമന്നു കിടന്ന് താൻ ചെയ്തു പോയ നിരവധിയായ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത ആ സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. എനിക്കും ആ വചനം കേട്ടപ്പോൾ മത്തായി 6:33, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനം. ആ വാഗ്ദാനം ആ ഒരു ഹൈന്ദവ സഹോദരിയിലൂടെ ഞാൻ കേൾക്കാനിടയായപ്പോൾ എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. വചനം ഗ്രഹിക്കാൻ തക്ക വിധം എൻ്റെ ഈശോ എൻ്റെ മനസ്സിനെ തുറന്നു തന്നപ്പോഴാണ് എനിക്ക് ആ വചനം ഉൾക്കൊള്ളാനും കേൾക്കാനും സ്വീകരിക്കാനും എനിക്ക് സാധ്യമായി. ആ നിമിഷം മുതൽ ഞാൻ മറ്റൊരു സൃഷ്ടിയായി മാറുകയാണ്. കർത്താവ് സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകനിലൂടെ സാവൂൾ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ ഭരിക്കാൻ വേണ്ടി ആദ്യത്തെ രാജാവായി ദൈവം സാമുവേലിനോട് പറഞ്ഞു, ഈ വരുന്ന ചെറുപ്പക്കാരനെയാണ് ഇസ്രായേൽ ജനത്തിന് രാജാവായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്, അവന് നീ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ആ പ്രകാരം സാവൂളിനെ കണ്ടുമുട്ടി സാവൂളിനെ സാമുവേൽ പ്രവാചകൻ തൈലാഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനം കൂടി ദൈവത്തിന്റെ വചനം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം എനിക്ക് ഒരു പുതിയ ഹൃദയം നൽകി. അതുവരെ ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് പോലെ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അപ്പനമ്മയും അങ്ങനെ ഒരു കുടുംബം, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ. പക്ഷേ ദൈവജനം കടന്നു വന്നപ്പോൾ ഞാൻ പബ്ലിക് ലിമിറ്റഡ് ആയി. അതായത് പൊതുജനങ്ങൾ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അനേക മക്കളെ ദൈവം എനിക്ക് തന്നു. അന്ന് മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ രീതി മാറി, എൻ്റെ ജീവിതത്തിന്റെ രീതി മാറി, എൻ്റെ ലക്ഷ്യം മാറി. എനിക്ക് പണം ഉണ്ടാക്കിയൊരു സുഖജീവിതം നയിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ദൈവത്തിന്റെ വചനം കേൾക്കാനും വിശ്വസിക്കാനും രക്ഷിക്കപ്പെടുവാനും ഇടയായപ്പോൾ എൻ്റെ മനോഭാവത്തിൽ മാറ്റമുണ്ടായി. സമ്പത്തിനെ ഞാൻ ഒരു സ്ഥാനവും കൊടുക്കാതെ എൻ്റെ ജീവിതം ഇനി ക്രിസ്തുവിനുള്ളതാണ്. എത്ര സുഖവും സന്തോഷവും അതിനേക്കാൾ ഉപരി എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ദാഹം ഈശോ എൻ്റെ മനസ്സിലേക്ക് തന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിച്ച് ജീവിക്കാൻ ഏതൊരു മനുഷ്യൻ ആഗ്രഹിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ ജീവിതമാണ് അതിനൊരു മാതൃക. ഞാൻ ദൈവത്തെ അറിയുന്ന നിമിഷം വരെ ഞാൻ ഒരു ജഡിക മനുഷ്യനായിരുന്നു. ജഡിക മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, അവന്റെ സ്വഭാവങ്ങളും അവന്റെ പ്രവൃത്തികളും വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, അതുപോലെ തന്നെ 100 പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു മനോഭാവത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ
വിശ്വസ്തത, സൗമ്യത, ആത്മസമയം, ഇങ്ങനെയുള്ള കുറെ ആത്മീയ ഗുണങ്ങള് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോടൊപ്പം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്.